ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ റീല് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതിന് എന്ത് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് എന്ത് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തതെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം കത്രിക വേണം, പിന്നെ കുപ്പി വേണം. ഇത് നമുക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പി വെച്ചിട്ട് ഇങ്ങനെ വളച്ചെടുക്കണം. കമ്പി റൗണ്ട് ഷേപ്പിൽ വളച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുപ്പി വേണം. പിന്നെ ഇത് സോക്സ്, ഇതിന് സോക്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് ഇലയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ച കളറും പിന്നെ പൂവിന് വേണ്ടിയിട്ടുള്ള കളറും ഉണ്ട്. പിന്നെ കമ്പി നമുക്ക് സിൽവർ കളറിലും കിട്ടും, ഗോൾഡനിലും കിട്ടും. അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ ഗോൾഡനാണ് എടുത്തിട്ടുള്ള. പിന്നെ പിപ്സ്, ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഇങ്ങനെ നടുക്ക് വെക്കുന്ന സാധനം, അത് ടിപ്സ്. പിന്നെ നമുക്ക് പച്ച ടേപ്പ് വേണം. നമുക്ക് അതിൻ്റെ തണ്ടിൽ ചുറ്റി കൊടുക്കാനായിട്ട് നമുക്ക് പച്ച ടേപ്പ് വേണം. പിന്നെ നമുക്കിതെല്ലാം കമ്പിയിലേക്ക് ചുറ്റി എടുക്കുന്നതിന് നമുക്ക് നൂല് വേണം, ത്രെഡും വേണം. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പീനെ ഈ കുപ്പിയിൽ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വളച്ചെടുക്കണം. നമ്മളിതിങ്ങനെ ഊരിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനൊരു ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിയത് നീളമുള്ള ഒരെണ്ണം വേണം. പിന്നെ 2 കുഞ്ഞി റൗണ്ടുകളും ഉള്ളത് വേണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂ ഉണ്ടാക്കാനുള്ള ഈ സോക്സിന് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതുപോലെ ബാക്കി 2 എണ്ണം നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള 3 പെറ്റൽസ് ആട്ടോ ഇത്. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെറ്റലിലേക്ക് ഈ പിപ്സ്, ഇതൊരു 2 എണ്ണോ 3 എണ്ണോ എടുത്തിട്ട് ഇങ്ങനെ 2 എണ്ണം എടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ നടുവേ മടക്കണം. ഒന്നുകൂടി മടക്കണം. മടക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് പൊട്ടിക്കണ്ട. ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഒരു പെറ്റല് ഇപ്പുറം വെച്ച് ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. കുറച്ച് ടൈറ്റായിട്ട് ചുറ്റണേ. അതിനായിട്ട് അങ്ങനെ അടുത്തതിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കെട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പച്ച ടേപ്പ് പച്ച ഉള്ള ഒന്ന് നോക്കണം. അത് വെച്ചിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഇവിടെ ഈ വളയത്തിൻ്റെ ഇവിടെ ഇങ്ങനെ പതുക്കെ ഒന്ന് താത്തി കൊടുക്കുക. ലീഫ് ഉണ്ടാക്കി കൊടുക്കാം പൂവിന്. അപ്പോൾ അതും ഇതേ മെത്തേഡ് തന്നെ, ഇതുപോലെ തന്നെ കുപ്പിക്കകത്ത് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഈ പച്ച കളർ ഇത് ഇങ്ങനെ ആദ്യം പൂവിന് ചെയ്ത പോലെ തന്നെ
ഇട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വരുന്ന ബാലൻസ് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫ്ലവർ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.